അതാ ഞാൻ പറഞ്ഞേ, ഞങ്ങളുടെ നയം വ്യക്തം ആദർശപരമാണ്. നിങ്ങൾ ആലോചിക്കുക, 2013 കാലത്ത് നമ്മള് വന്ദ്യനായ ശൈഖുനയുടെ കൂടെ കൂടി എന്നതിന്റെ പേരിൽ നമ്മളെ സംഘടനയിൽ നിന്ന് ഒഴിവാക്കുന്നു, ശൈഖുനയെ വിട്ടു നിൽക്കാൻ ആഹ്വാനം ചെയ്യുന്നു. വേറെയും പല കാരണങ്ങളുണ്ട്. അങ്ങനെ 2013 ശേഷം നമ്മൾ ആദർശ ഗോതയിലേക്ക് ഇറങ്ങുകയാണ്. ആ ഇറങ്ങുന്ന നേരത്ത് നമ്മൾ ആരെങ്കിലും ഇത്തരം ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞിറങ്ങിയിട്ടുണ്ടോ? ഇല്ല. നമ്മൾ വഹാബിക്കെതിരെ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ, തബ്ലീഗ് ജമാഅത്തിനെതിരെ, ഈ രാജ്യത്തിനും രാഷ്ട്രത്തിനും സമൂഹത്തിനും വലിയ ഭീഷണിയായ ബിദ്ഈ പ്രസ്ഥാനങ്ങൾക്കെതിരെയാണ് നമ്മൾ രംഗത്തിറങ്ങിയത്. ആ കാലയളവിലും അവര് നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ മശായിഖിനെ അന്നും അവർ പറയുന്നുണ്ട്, CD വരെ ഇറക്കി ശൈഖുനക്കെതിരെ. ആ കാലയളവിലൊക്കെയും നമുക്കെതിരെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അതേ സമയത്ത് ഹബീബായ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ് നബിതങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് നെയ്യലുണ്ട് എന്ന വാദം കൊണ്ടുവന്നു. ഞങ്ങൾ എന്താ ചെയ്തത്? ആളെ പേര് പോലും പറയാതെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നെയ്യലില്ല എന്ന് കിതാബോധി തെളിയിച്ചുകൊണ്ടേയിരുന്നു. വഹാബിക്കെതിരെ പറഞ്ഞു. ശേഷം വഹാബിവാദം അയാൾ ഉന്നയിച്ചപ്പോ ആളെ പേര് പോലും പറയാതെ നിയൽവാദത്തിനെതിരെ ഖണ്ഡിച്ചുകൊണ്ടിരുന്നു. കാലങ്ങൾ പോയി, അയാൾ തിരുത്തിയില്ലെന്ന് മാത്രമല്ല, ആ വാദത്തെ സ്ഥിരീകരിക്കാൻ പിന്നെയും പ്രഭാഷണങ്ങൾ നടത്തി. അപ്പോഴാണ് ഞങ്ങൾ പേര് പറയാൻ തുടങ്ങിയത്. അന്നും ക്ലിപ്പിട്ടിട്ടില്ല. തിരുത്തുമെന്ന് കരുതി തിരുത്തിയില്ല. പിന്നീട് നേർക്കുനേരെ തന്നെ നിയലുണ്ട് എന്ന് കിതാബ് വായിച്ചു വരെ വരാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ ക്ലിപ്പിട്ടുകൊണ്ട് മറുപടി പറയാൻ തുടങ്ങി. ഏതാണ് ആ കാലം? നിങ്ങളുടെ ടോപ്പ് നേതാക്കൾ സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെയും ചെറിയ ഉസ്താദ് ഒക്കെയും ഞങ്ങളുടെ മശായിഖന്മാരെ സമീപത്തേക്ക് രാത്രി കാലങ്ങളിൽ ഇടയ്ക്ക് വരുന്ന കാലമാണത്. ആ കാലഘട്ടത്തിൽ അവരോട് മശായിഖുമാർ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്ത് പോയിക്കോളൂ. ഞങ്ങളാരും, അത് അഹ്സനിയായാലും അൻവരിയായാലും തൊഴിയൂരായാലും, നിങ്ങളെ സംബന്ധിച്ചൊരു വാക്കും പറയില്ല. നിങ്ങൾ മടവൂരിന്റെ കാര്യത്തിൽ ഇടപെടരുത്. നിങ്ങൾ മശായിഖുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിക്കരുത്. മുത്തുനബിയെ കുറിച്ച് പറയരുത്. നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യ പ്രവർത്തനമോ സംഘടനാ പ്രവർത്തനമോ നിങ്ങളുമായി ബന്ധപ്പെട്ട ജോലികളുമായി പോയിക്കോളൂ. ഞങ്ങൾ മശായിഖുമാരുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും അതിന്റെ സംഭവങ്ങളും അതൊക്കെ ഞങ്ങളും പറഞ്ഞു നീങ്ങാം. അങ്ങനെ ആയില്ലേ നിങ്ങളോട് പറഞ്ഞത്? എത്ര തവണ പറഞ്ഞു തന്നു? ഒരിക്കൽ വളരെ ശക്തമായി തന്നെ പറഞ്ഞു, നിങ്ങൾ മിണ്ടാൻ പാടില്ല. ഞങ്ങളോടും പറഞ്ഞു, ഇനി അങ്ങനെ സംസാരിക്കണ്ട. നമ്മൾ ചരിത്രങ്ങൾ പറഞ്ഞു പോകാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട. പക്ഷേ പിന്നെ കണ്ടതെന്താ? ഈ അണികൾ പറഞ്ഞ വെറും അണികളല്ല, ഇവരുടെ നേതൃതലങ്ങളിൽ നിന്ന് തന്നെ മശായിഖിനെതിരെ, ഔലിയാക്കൾക്കെതിരെ, സുന്നത്ത് ജമാഅത്തിനെതിരെ നിരന്തരം വാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മശായിഖന്മാരെ ഫോട്ടോ തന്നെ വെച്ച് പരിഹസിക്കുന്നു. എന്തെല്ലാം ചെയ്തികൾ, ഏതെല്ലാം നാടുകളിൽ ഊരിവിലക്കാൻ പറ്റുമോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പാവപ്പെട്ട പ്രവർത്തകരെ മാനസികമായി കഷ്ടപ്പെടുത്താൻ എന്തെല്ലാം സംഭവങ്ങൾ ചെയ്യുന്നു. ആ ഗോതയിൽ നിങ്ങൾ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് കൃത്യമായി ഈ വിഭാഗത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ പോക്ക് ശരിയല്ല. അതും ആദർശപരമായ വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടു. ആ ഇടപെടൽ തന്നെയാണ് ഇന്ന് ഫലം കാണുന്നത്. കാരണം ഞങ്ങളെ നേർക്ക് നേരെ ആദർശപരമായി നേരിടാനുള്ള കരുത്ത് പോലും ഞങ്ങളുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നതിന്റെ ബാഹ്യമായ തെളിവുകളാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ എന്താ ഓരോരുത്തർക്ക് വീഡിയോ ഇട്ടെഴുതാ, ഇത് ഞങ്ങളുടെ പ്രവർത്തകനാണ്, നന്നായി നിന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? തെളിവാണോ? അല്ല, കുറെ തെറി വിളിച്ചിട്ടുണ്ട്. പോത്ത്, കുതിര, നായി, ഇങ്ങനെ ഒരുപാട് അവർക്ക് തൊള്ളയിൽ വരുന്നതൊക്കെ വിളിച്ചിട്ടുണ്ട്. ഓ ഉഗ്രൻ മറുപടി. നിങ്ങൾക്കത് മറുപടി ആയേക്കാം. പക്ഷേ ഞങ്ങൾ മാത്രമല്ല, നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഞങ്ങളെ ഭാഷ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ തരം താഴ്ന്ന ശൈലിയും അവർ കാണുന്നുണ്ട്. പൊതുജനങ്ങൾ അവരിതിനെ വീക്ഷിക്കുന്നുണ്ട്.
ഞങ്ങൾ ഉന്നയിച്ച വിഷയം ആദർശപരമാണ് എന്നതിന്റെ വ്യക്തമായ രേഖകൾ ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളുകൾ നമ്മുടെ നയം വ്യക്തമായി മനസ്സിലാക്കി അതിന്റെ പിന്നിൽ നമുക്ക് പിന്തുണയുമായി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ലാസ്റ്റ് നടന്ന സംഭവം കൂടി പറഞ്ഞേക്കാം.